കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി നിൽക്കുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ചകൾ എന്ന് പറയുന്നത് ഓരോ പാർട്ടികൾ എത്രത്തോളം സീറ്റുകൾ നേടുമെന്നതിനെ കുറിച്ചാണ്. അതോടൊപ്പം തന്നെ ആര് ഭരണത്തിൽ വരും, ഒരു അട്ടിമറി ഉണ്ടാകുമോ അതല്ല ഒരു തുടർഭരണമായിരിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അതിൽ തന്നെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നിരവധി കേരളത്തിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. ഏറ്റവും ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വരുന്ന സർവേ റിസൾട്ടുകളൊക്കെ തന്നെ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ നിന്ന് തന്നെ വരുന്ന സർവേ റിസൾട്ടുകൾ. അതിലെടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് കേരളത്തിൽ തലസ്ഥാന നഗരിയായിട്ടുള്ള നമ്മുടെ തിരുവനന്തപുരത്തെ നേമം മണ്ഡലത്തിൽ എന്താണ് ഇത്തവണ സംഭവിക്കുന്ന മാറ്റങ്ങൾ? അതായത് കേരളത്തിൽ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും വലിയ തോതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് നേമം എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വോട്ടർ സർവേ റിസൾട്ടുകൾ അത് നോക്കുമ്പോഴത്തേക്കും അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ കണക്കുകളൊക്കെ തന്നെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നിയമത്ത് എന്താണ് ഇത്തവണ സംഭവിക്കുന്നത്, നിയമത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്താണ് എന്നുള്ളത് തന്നെയാണ് കൃത്യമായി നോക്കാനായി പോകുന്നത്. തീർച്ചയായിട്ടും നിയമത്ത് നിലവിൽ ഇടതുപക്ഷ MLA ആണ് അവിടെ ഉള്ളത്. അവിടെ 2016 BJP വിജയിച്ചു. 2021 ആ സീറ്റ് കൈവിട്ടുപോയി. അവിടെ LDFിലേക്ക് കാര്യങ്ങൾ മാറി. UDF ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഇപ്പോൾ 3ാം സ്ഥാനത്താണ് ഈ പറയുന്ന നിയമത്തുള്ളതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ UDFനും അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാകേണ്ടത് അനിവാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ലേറ്റസ്റ്റായിട്ട് പുറത്തു വരുന്ന സർവേ റിസൾട്ടുകൾ പ്രകാരം നിയമത്ത് ഒരു അട്ടിമറി തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് നിയമത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ രാജീവ് ചന്ദ്രശേഖർ, ശിവൻകുട്ടി, അതോടൊപ്പം തന്നെ ശബരിനാഥൻ, LDF, UDF, BJP ഈ 3 പാർട്ടികളുടെ ഒരു കടുത്ത പോരാട്ടമായിരിക്കുമെന്നും അതിൽ UDFനെ സംബന്ധിച്ചിടത്തോളം UDF ഒരു തരംഗമൊക്കെ തന്നെ കാത്തിരിക്കുന്നുണ്ടെങ്കിലും നിയമത്ത് അതൊന്നും തന്നെ വലിയ തോതിൽ വിലപേശില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. അതും സർവേ റിസൾട്ടിൽ തന്നെ. അതായത് നിയമത്ത് കഴിഞ്ഞ തവണ നേടിയ വോട്ടുകൾ പോലും UDFന് ഇത്തവണ കിട്ടാനായിട്ടുള്ള സാധ്യത കുറവാണ് എന്നാണ് സർവേ റിസൾട്ട് വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് വോട്ടുകൾ കുറയാനുള്ള സാധ്യതയാണ് UDFനുള്ളത്. അതേസമയം ഈ BJPക്ക് വോട്ടുകൾ കൂടുമെന്ന് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. ഇടതുപക്ഷത്തിനും വോട്ട് കുറയുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് BJP വോട്ടുകൾ കൂടും, ഇടതുപക്ഷം അതോടൊപ്പം തന്നെ വലതുപക്ഷ വോട്ടുകൾ കുറയുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. അതായത് വ്യക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം അവിടെ BJPക്ക് സർവേ റിസൾട്ട് പ്രവചിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് ഇടതുപക്ഷ വോട്ടുകൾ, വലതുപക്ഷ വോട്ടുകൾ, അതുകൂടാതെയുള്ള BJP എന്ന് പറയുന്ന പാർട്ടിയെ തോൽപ്പിക്കാനായിട്ട് മറ്റു പല സംഘടനകളുടെ വോട്ടുകൾ, ഇതൊക്കെ തന്നെയും ഏത് പാർട്ടിക്കാണ് കിട്ടുന്നത്, അതോടൊപ്പം തന്നെ BJPയുടെ തന്ത്രപരമായിട്ടുള്ള ഈ പറയുന്ന നിയമമണ്ഡലത്തിലെ നീക്കങ്ങൾ എന്താണ് എന്നുള്ളത് വളരെയധികം നിർണായകമാണ്. പക്ഷേ എന്തു തന്നെയായാലും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന വ്യക്തമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് നിയമത്ത് BJPക്ക് വിജയസാധ്യത എന്ന് തന്നെയാണ്. അതായത് BJPയോട് വിജയിക്കാനായിട്ടുള്ള സാധ്യതയാണ് ഏറെ കൂടുതലായിട്ട് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. അതും അവിടെ അത്യാവശ്യം ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. 2ാം സ്ഥാനം ഇടതുപക്ഷത്തിനും 3ാം സ്ഥാനമായിരിക്കും UDFന് എന്നുമാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ശതമാന കണക്ക് നോക്കുമ്പോഴത്തേക്കായാൽ പോലും, വിജയസാധ്യത കണക്ക് നോക്കുമ്പോഴത്തേക്കായാൽ പോലും LDFും BJPയും തമ്മിൽ അത്യാവശ്യം നല്ല ഒരു വ്യത്യാസം കാണപ്പെടുന്നില്ലെങ്കിൽ പോലും ചെറിയൊരു വ്യത്യാസം LDFും BJPയും തമ്മിൽ വരുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതായത് BJPയിൽ നിന്നും പിന്നിലാണ് LDF അവിടെ നിൽക്കുന്നത്. ഒരു വോട്ട് ശതമാന കണക്ക്, വിജയസാധ്യത കണക്ക് നോക്കുമ്പോഴത്തേക്കും, ആ ഒരു വിജയസാധ്യത കണക്ക് നോക്കുമ്പോഴത്തേക്കും BJPക്ക് കൃത്യമായിട്ടുള്ള ഒരു വിജയസാധ്യതയാണ് സർവേ റിസൾട്ട് നൽകിയിരിക്കുന്നത്. അതേസമയം LDFന് 2ാം സ്ഥാനമാണെങ്കിലും BJPയെക്കാട്ടിലും ഒരു വിജയസാധ്യത കുറവായിട്ടാണ് അതിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്. അതും ഒരു ടൈറ്റ് ഫൈറ്റ് ആണെങ്കിൽ പോലും അവിടെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന LDFന് സാധ്യതാ കണക്ക് നോക്കുമ്പോഴത്തേക്കും കുറവായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 3ാം സ്ഥാനത്ത് നിൽക്കുന്ന UDFന് വളരെ കുറവായിട്ടാണ് സാധ്യതാ കണക്ക് കൊടുത്തിരിക്കുന്നത്. അതായത് LDFും BJPയും തമ്മിലുള്ള അന്തരവ് ചെറിയൊരു ഡിഫറൻസ് ആണെങ്കിൽ UDFും അതോടൊപ്പം തന്നെ LDFും BJPയും തമ്മിലുള്ള അന്തരവായിട്ട് വരുമ്പോഴത്തേക്കും UDF വളരെ പിന്തള്ളിപ്പോയിരിക്കുന്നു എന്നാണ്
സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് UDFനെ സംബന്ധിച്ച് വിജയസാധ്യത വളരെ ഏറെ കുറവാണ് എന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. ഒരു ടൈറ്റ് ഫൈറ്റ് അവിടെ BJPയും അതോടൊപ്പം തന്നെ LDFും തമ്മിൽ തന്നെ എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമായി മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതൊരു സർവേ റിസൾട്ട് മാത്രമാണ്. ഒരു റിയാലിറ്റി എന്താണ് എന്നുള്ളത് നമുക്ക് റിസൾട്ട് വരുന്ന അന്ന് വരെ കാത്തിരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും സർവേ റിസൾട്ടുകൾ നോക്കുന്നത് ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ BJPക്ക് തന്നെയാണ് ഒരു എഡ്ജ് കാണപ്പെടുന്നത്. അവിടെ ഈ പറയുന്ന LDF 2ാം സ്ഥാനവും UDF 3ാം സ്ഥാനത്തേക്ക് വളരെയേറെ പിന്തള്ളപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുമാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. എന്തായാലും വലിയൊരു അട്ടിമറി നേമത്ത് ഉണ്ടാകുമെന്ന് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് LDFനും UDFനും ഒരുപോലെ തിരിച്ചടിയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ്. കാരണം BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ് നേമത്ത് മത്സരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷന് വിജയിക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് നേമത്തെ കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് BJPയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നേട്ടമായി കാണുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് 100% ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും എന്താണ് സംഭവിക്കാൻ പോകുന്നത് നേമത്ത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. സർവേ റിസൾട്ടുകൾ പോലെ തന്നെ കാര്യങ്ങൾ മാറി മറിയുമോ, നേമത്ത് താമര വീണ്ടും വിരിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കുമോ, അതല്ല LDFന് ഒരു തുടർ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് നേമത്ത് സാധിക്കുമോ, UDFന് എന്തെങ്കിലും ചലനമുണ്ടാക്കാനായിട്ട് ഒരു അട്ടിമറി മാറ്റമുണ്ടാക്കാനായിട്ട് 2ാം സ്ഥാനത്തേക്കെങ്കിലും എത്തിപ്പെടാൻ പാകത്തിനുള്ള ഒരു നേട്ടമുണ്ടാക്കാനായിട്ട് നേമത്ത് സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയാം.